Good morning, all. Good morning. Morning, sir. Morning, sir. Morning. So, എനിക്ക് തോന്നുന്നു എല്ലാവരും ഉറക്കമാണോ? ഉച്ചവരാണല്ലോ. നോട്ടിഫിക്കേഷന്റെ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ സാറേ? അറിയാമല്ലോ. ഞാനിപ്പോ തിരക്കില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ തിരക്കായി പോയി. അന്ന് ഞാൻ തിരക്കിയതേ ഉള്ളൂ. ഞാൻ ഈ ആഴ്ച തിരക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ആ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ തിങ്കളാഴ്ചത്തേക്ക് ഞാൻ പറയാം. തിങ്കളോ ചൊവ്വാഴ്ചത്തേക്ക് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് സ്റ്റാറ്റസ് എന്താണെന്ന് പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഒരു ക്ലാസ്സിന് പോയേക്കുമായിരുന്നു. ഒരു ടേക്ക് എ ക്ലാസ് ബാംഗ്ലൂർ ഒരു സെഷൻ എടുക്കാൻ ഉണ്ടായിരുന്നു. ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പോയതാ. അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ പറയാം, അപ്ഡേറ്റ് ചെയ്യാം, അതിന്റെ സ്റ്റാറ്റസ് പറയാം. ഓക്കെ. നമുക്ക് ആദ്യം സമയത്ത് we can discuss Abhyaas 7. That was the latest Abhyaas test it was conducted last week. കഴിഞ്ഞ വീക്കിൽ നമ്മൾ കണ്ടക്ട് ചെയ്ത ലേറ്റസ്റ്റ് ടെസ്റ്റ് ആയിരുന്നു Abhyaas 7. സോ ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും ഈ ടെസ്റ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദ ടോപ്പിക് ഓഫ് ദിസ് ടെസ്റ്റ് വാസ് മണി ആൻഡ് ബാങ്കിങ് ആയിരുന്നു. സോ Abhyaas 6 അതിൽ കുറച്ച് പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ Abhyaas 7 മണി ആൻഡ് ബാങ്കിങ്ങിന്റെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്സ് എല്ലാം പറയുന്ന ടെസ്റ്റ് ആയിരുന്നു. സോ ലെറ്റ് us go to that discussion. So the first one, the cash reserve ratio refers to. So CRR എന്താണെന്നാണ് ചോദ്യം. There are 4 options. You have to choose the right option. So എന്തായിരുന്നു CRR, cash reserve ratio എന്ന് വെച്ചാൽ? It refers to the share of net demand time liability which a bank has to keep as reserve with RBI. ഒരു ബാങ്ക് അവർക്ക് കിട്ടുന്ന നെറ്റ് ഡിമാൻഡ് ടൈം ലയബിലിറ്റിയുടെ എത്ര പെർസെന്റേജ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്യാഷ് ആയിട്ട് വെക്കേണ്ടത്? അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. യു ക്യാൻ സി ദ ഓപ്ഷൻ ബി, സി ആൻഡ് ഡി. The share of net demand time liability that bank has to hold as liquid assets, the share of NDTL that bank have to hold as part of their cash reserve, the ratio of cash holding to reserve of bank. You can see B, C, D. ഇതൊന്നും ഇതിനെ പറ്റിയല്ല പറയുന്നത്. എന്നാൽ ഓപ്ഷൻ എ നോക്കുകയാണെങ്കിൽ the share of NDTL that bank have to keep as reserve with RBI. RBI റിസർവ് ആയി കീപ്പ് ചെയ്യേണ്ടത് പൈസ, അതാണ് CRR. So option A is the right answer. Then with reference to Indian economy comes to the following. So this is a previous year UPSC question ആണ്. സെക്കൻഡ് ക്വസ്റ്റിനും ഒരു പ്രീവിയസ് UPSC ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ എക്കണോമി comes to the following. ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ എബോവ് ആർ components ഓഫ് മോണിറ്ററി പോളിസി? മുകളിൽ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് മോണിറ്ററി പോളിസിയുടെ കമ്പണൻസ് ഉദ്ദേശിക്കുന്നത്? സോ വെൻ വി ഡിസ്കസ്ഡ് പബ്ലിക് ഫിനാൻസ്, അതുപോലെ വെൻ വി സ്റ്റാർട്ടഡ് ബാങ്കിങ് ഫങ്ഷൻസ്, അപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞ 2 ടേംസ് ഉണ്ട്, ഫിസ്ക്കൽ പോളിസി അതുപോലെ തന്നെ മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ വി ക്യാൻ സി നമ്മുടെ റിസർവ് ബാങ്ക് ബന്ധപ്പെട്ട നടപടികളാണ് മോണിറ്ററി പോളിസി. ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുക്കുന്ന നടപടികൾ, ദാറ്റ് ഈസ് ഫിസ്ക്കൽ പോളിസി. സോ യു ക്യാൻ സി ബാങ്ക് റേറ്റ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മോണിറ്ററി പോളിസിയാണ്. ഓഫ് മാക്രോ ഓപ്പറേഷൻ ഇസ് ആൾസോ എ പാർട്ട് ഓഫ് മോണിറ്ററി പോളിസിയാണ്. സോ വി ക്യാൻ സി ഈ 2 ഓപ്ഷൻസും 2 സ്റ്റേറ്റ്മെന്റും എന്താണ്? നമ്മുടെ RBI എടുക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോളിൽ വരുന്നതാണ്. സോ ഒരു എക്കണോമിയിലെ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ഓഫ് ക്രെഡിറ്റ് കൺട്രോളിൽ വരുന്നതാണ് ബാങ്ക് റേറ്റ്, ഓഫ് മാക്രോ ഓപ്പറേഷൻ എന്നിവ. പബ്ലിക് ഡെറ്റും പബ്ലിക് റവന്യൂവും ഇതിന്റെ ഭാഗമല്ല, മോണിറ്ററി പോളിസിയുടെ ഭാഗമല്ല, ബട്ട് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫിസ്ക്കൽ പോളിസിയാണ്. സോ ആൻസർ C1 and 2 only. Then in the context of
Indian economy, open market operation refers to what? So ഇതൊരു UPSC question തന്നെയാണ്. So എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്ന ചോദ്യം. സോ നമ്മൾ പറഞ്ഞിരുന്നു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഈസ് എ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ യൂസ്ഡ് ബൈ RBI to control money supply in the economy. എങ്ങനെയാണ് ചെയ്യുന്നത്? In the open market operation, RBI can purchase or sell securities. സർക്കാർ സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനും RBI കഴിയും. അതുവഴി എക്കണോമിയിലെ പണലഭ്യത വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും RBI ശ്രമിക്കുകയാണ്. സോ ആൻസർ എന്താ? സി, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ RBI. Then, with reference to Indian economy, consider the following statements. So, the statement is regarding money market instruments ആണ്. നമ്മുടെ ഇന്ത്യയിൽ ബോറോ ചെയ്യാൻ ഉപയോഗിക്കുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിനെ പറ്റിയാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് അബൌട്ട് കൊമേഴ്ഷ്യൽ പേപ്പർ ആണ്. കൊമേഴ്ഷ്യൽ പേപ്പർ ഈസ് എ ഷോർട്ട് ടേം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്. സോ കൊമേഴ്ഷ്യൽ പേപ്പർ ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ലെസ് ദാൻ 1 year മെച്യൂരിറ്റി ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ആൻഡ് ദീസ് ആർ സം അൺസെക്യൂർഡ് ആയിട്ടുള്ള പ്രോമിസറി നോട്ടാണ്. അതായത് വെൻ ഗവൺമെന്റ് ഈസ് ബോറോയിങ്, അവിടെ എന്താണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ? ദ ഗ്യാരണ്ടി ഈസ് CFI ആണ്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആണ് സർക്കാർ കടം വാങ്ങുമ്പോഴുള്ള ഗ്യാരണ്ടി. എന്നാൽ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? നമ്മൾ കണ്ടിരുന്നു ബിഗ് കോർപ്പറേറ്റ്സ്, അതുപോലെ സെലക്ടഡ് ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെയാണ് എന്ത് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്തത്. സോ വെൻ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഇഷ്യൂയിങ് കൊമേഴ്ഷ്യൽ പേപ്പർ, ഇവ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇവർ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തത് ബേസ്ഡ് ഓൺ ദ ഗുഡ് വിൽ, ആ ഒരു കമ്പനിയുടെ പേര്, സൽപ്പേര്, ആ ഒരു കമ്പനിയുടെ പെർഫോമൻസ്, ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് എന്ത് ആൾക്കാര് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ടാറ്റ ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഇറക്കുന്നു, അല്ലെ റിലയൻസ് ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഇറക്കുന്നു. സോ ഇഫ് പീപ്പിൾ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദാറ്റ് കൊമേഴ്ഷ്യൽ പേപ്പർ, ഇറ്റ് മീൻസ് ദാറ്റ് ആൾക്കാരുടെ ഒരു ബിലീഫിന് പുറത്താണ് എന്ത് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഒരു ബാക്കിങ്, ഒരു സെക്യൂരിറ്റി ബാക്കിങ് അവിടെ കാണില്ല. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ്. ദാറ്റ് ഈസ് കറക്റ്റ്, നമ്മൾ പറഞ്ഞതാണ് കാര്യം. Then second statement, certificate of deposit is a long-term instrument issued by RBI to a corporation. ആണോ? നമ്മൾ പറഞ്ഞിരുന്നു സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണെന്നാ പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ? അതിലൊരു കറക്ഷൻ ഞാൻ ആഡ് ചെയ്തിരുന്നു. I think you all might remember. In the group, ഞാൻ പറഞ്ഞിരുന്നു when we take certificate of deposit, അതിന്റെ മൾട്ടിപ്പിൾസ്, മിനിമം മൾട്ടിപ്പിൾസ് 1 lakh and above എന്നാ പറഞ്ഞത്. അങ്ങനെയല്ല, RBI റിവേഴ്സ് ചെയ്തിരുന്നു. സർട്ടിഫിക്കറ്റ് ഡിപ്പോസിറ്റ് 5 lakh and മൾട്ടിപ്പിൾസിലാണ് ഗവൺമെന്റ് ബാങ്ക് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത്. സോ ബാങ്കുകളാണ് പൊതുവെ COD ഇഷ്യൂ ചെയ്യുന്നത്, സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി ഇഷ്യൂഡ് ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 5 lakh and above. 5 lakh 5 ലക്ഷത്തിന്റെ മൾട്ടിപ്പിൾസിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ആൾസോ വൺ മോർ തിങ്, മിനിമം ഇൻവെസ്റ്റ്മെന്റ് 5 ലക്ഷമാണ്. അപ്പോൾ അതേപോലെ തന്നെ വെൻ വി ഡിസ്കസ്ഡ് സർട്ടിഫിക്കറ്റ് ഡിപ്പോസിറ്റ്, ഞാൻ പറഞ്ഞിരുന്നു RRBകൾക്ക്, ഗ്രാമീൺ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾക്ക് COD ഇഷ്യൂ ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. എന്നാൽ അതല്ല, RBI റീസെന്റ് അത് റിവൈസ് ചെയ്തു. സർട്ടിഫിക്കറ്റ് ഡിപ്പോസിറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ഓൾ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻക്ലൂഡിംഗ് RRB. നമ്മുടെ RRBകൾക്കും ഗ്രാമീൺ ബാങ്കുകൾക്ക് ഉൾപ്പെടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ COD ഇഷ്യൂ ചെയ്യാൻ കഴിയുന്നതാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, RBI ഇഷ്യൂ ചെയ്യുന്നതല്ല. ദെൻ തേർഡ്, കോൾ മണി is a short-term finance used for interbank transactions. ശരിയാണല്ലോ? കോൾ മണി എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 2 ബാങ്കുകൾ തമ്മിൽ പൈസ കൈമാറുന്ന ഒരു മെക്കാനിസമാണ് കോൾ മണി അല്ലെങ്കിൽ നോട്ടീസ് മണി എന്നൊക്കെ പറഞ്ഞാൽ. സോ കോൾ മണി ഒരു ദിവസത്തേക്ക് മാത്രമായിരിക്കും വരുന്നത് പൊതുവെ. ദെൻ 2 to 14 days ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റെഫേർഡ് ആസ് നോട്ടീസ് മണി ഓൾസോ. സോ third statement is also correct. Fourth നോക്കൂ,
zero coupon bonds are interest-bearing short-term bonds issued by commercial banks to corporations. So when we discussed treasury bills, ഞാൻ പറഞ്ഞിരുന്നു ട്രഷറി ബില്ല് എന്താണ്? ഒരു സീറോ കൂപ്പൺ ഇൻസ്ട്രുമെന്റ് ആണ്. നേരെ മറിച്ച് ഗവൺമെന്റ് സെക്യൂരിറ്റി പേപ്പർ ഓർ ഗവൺമെന്റ് ഡേറ്റഡ് സെക്യൂരിറ്റീസ്, ലോങ് ടേം ബോറോയിങ്ങിന് വേണ്ടി ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന GSP, ഗവൺമെന്റ് സെക്യൂരിറ്റി പേപ്പർ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡേറ്റഡ് സെക്യൂരിറ്റി, അതെന്താണ്? ഒരു കൂപ്പൺ ഉള്ള ബോണ്ടാണ്. അതിന് കാരണം എന്താ? എത്ര ഇൻട്രസ്റ്റ് ഓരോ വർഷവും പ്രതിവർഷം ഇൻവെസ്റ്റർ ലഭിക്കുമെന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട്. സോ ദർ ഈസ് എ മെൻഷനിങ് ഓഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ്. എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതിന് മേലെ എത്ര പലിശ കിട്ടും എന്ന് പറയുന്നുണ്ടാവും. ഇൻ ദ കേസ് ഓഫ് ലോങ് ടേം ബോറോയിങ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഗവൺമെന്റ്. മറിച്ച് ട്രഷറി ബിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ട്രഷറി ബില്ല് ഒരു സീറോ കൂപ്പൺ ബോണ്ടാണ്. ട്രഷറി ബിൽ എന്ന് പറയുമ്പോൾ ഒരു സീറോ കൂപ്പൺ ബോണ്ടാണ്. അതിന് കാരണം എന്താ? They are issued at a value less than the face value. So they are issued at a discount rate. So treasury bill is an example. It's an example of zero coupon bond. Zero coupon bond in or example of treasury bill. So treasury bill zero coupon bond ആണ്. എന്തുകൊണ്ടാണ്? There is no interest. ഇൻട്രസ്റ്റ് അല്ല, മറിച്ച് ഇൻട്രസ്റ്റിനെ പറ്റി പ്രതിപാദിക്കത്തില്ല. മറിച്ച് എന്താണ്? They are issued at a value less than the face value, or they are issued at a discounted rate. They are issued at a value less than the par value എന്ന് പറയാം. സോ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻട്രസ്റ്റ് ബിയറിംഗ് എന്നാ പറഞ്ഞത്. സീറോ കൂപ്പൺ ബോണ്ട് എന്താ? ഇൻട്രസ്റ്റ് ബിയർ ചെയ്യുന്ന ഒരു ബോണ്ട് അല്ല. അതുകൊണ്ട് തന്നെ we can see the fourth statement is wrong. So answer 1 ഉണ്ട്, then 3 ഉണ്ട്. C will be the right answer. Then comes to the statement regarding classification of NPA. NPA പറ്റിയാണ്, നോൺ പെർഫോമിംഗ് അസറ്റിനെ പറ്റിയാണ് ചോദ്യം. In case of agricultural loans, the loan is classified as NPA if the installment of interest remains overdue for 2 crop seasons for long duration crops. So നമ്മൾ പറഞ്ഞിരുന്നു, when we discussed NPA, ഞാനൊരു കാര്യം പറഞ്ഞു, 3 months ആണ് പൊതുവിൽ ഒരു ലോൺ NPA ആവാനായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ ഇത് കൂടാതെ in the case of agricultural loans ഈ ക്രൈറ്റീരിയ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. അവിടെ ഈ 3 months ക്രൈറ്റീരിയ അല്ല നോക്കുന്നത്. അതിന് പകരം കാർഷിക വിളകളുടെ വിളവെടുപ്പ് അടിസ്ഥാനത്തിലാണ് അത് NPA ആവുന്നോ ഇല്ലയോ എന്ന് നോക്കുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ്, if the principal or the interest for the loan is not being paid for more than 2 crop seasons, short duration crop, അതായത് 60 days ഒക്കെ പൊതുവെ വിളവെടുപ്പ് കാലാവധിയുള്ള ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കർഷകൻ ലോൺ എടുത്ത ശേഷം 2 വിളവെടുപ്പ് കഴിഞ്ഞു, 2 ഹാർവസ്റ്റ് സീസൺ കഴിഞ്ഞു, എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, ലോണിന്റെ പ്രിൻസിപ്പളോ ഇൻട്രസ്റ്റോ റീപേ ചെയ്യുന്നില്ല എങ്കിൽ ആ ലോൺ എന്തായി? NPA ആയി. ഇൻ ദ കേസ് ഓഫ് ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ്, ലൈക്ക് നമ്മുടെ റൈസ്, വീറ്റൊക്കെ പറയുമ്പോൾ ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ആണ്. ഏകദേശം 100 days എബോവ് ആണ് അതിന്റെ മെച്യൂരിറ്റി ടൈം പീരീഡ്. സോ ഈ പറഞ്ഞ ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകൻ ലോൺ എടുക്കുകയാണ്. എന്നിട്ട് 1 ക്രോപ്സും കഴിഞ്ഞു, 1 ഹാർവസ്റ്റും കഴിഞ്ഞു, എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, ലോൺ റീപേ ചെയ്യുന്നില്ല എങ്കിൽ എന്തായത്? NPA ആയി. എന്നാൽ ഇവിടെ പറഞ്ഞ എന്താ? ലോങ് ഡ്യൂറേഷൻ ക്രോപ്പിന് 2 സീസൺ ആ പറഞ്ഞേ, ആണോ? അല്ല, ഒറ്റ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോൺ റീപേ ചെയ്യുന്നില്ല, പ്രിൻസിപ്പൽ റീപേ ചെയ്യുന്നില്ല എങ്കിൽ എന്തായത്? NPA ആയി. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. Then second നോക്കൂ, if an asset remain NPA
for a period less than or equal to 12 months. It is called loss asset. ആണോ? അല്ലല്ലോ. നമ്മൾ പറഞ്ഞിരുന്നു, depending on the time period, NPA can be again classified into എന്തൊക്കെയായിട്ടാണ്? Substandard asset, doubtful asset, loss asset. So ഒരു ലോൺ NPA ആയിട്ട് 12 മാസം വരെ ഇരിക്കുകയാണെങ്കിൽ എന്താണത്? സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. അതിന് മേലെയാണെങ്കിൽ ഡൗട്ട്ഫുൾ ആണ്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ലോണിന്റെ എന്താണ്, ലോൺ പെരുകി അല്ലെങ്കിൽ ലോണിന്റെ മേലെ ഇൻട്രസ്റ്റ് പെരുകി അവിടെ വെച്ചത് കൊളാട്ടറിനേക്കാൾ മേലെയായി ലോണ്, അപ്പൊ പറയും ലോസ് അസറ്റ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തെറ്റ്. Then special mention account are the account that have not yet turned NPA, but rather these accounts can potentially become NPA in future. നമ്മൾ പറഞ്ഞാണ് SMI ഒരു ലോണ് ഒരു മാസത്തെ ഡിലേ റീപേ ചെയ്യാൻ എടുക്കുന്നു. ഒരു ലോണ് 2 മാസത്തോളം ഡിലേ റീപേ ചെയ്യാൻ എടുക്കുന്നു. ഒരു ലോണ് 3 മാസത്തിൽ താഴെ ഡിലേ എടുക്കുന്നു റീപേ ചെയ്യാൻ എങ്കിൽ such loans are special mention account which has the potential to become NPA in future. ഭാവിയിൽ NPA ആവാൻ സാധ്യതയുള്ള ലോൺ ആണെന്ത്? സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. So third statement is correct. So answer will be 3 only. Then which of the following institution is responsible for releasing World Economic Outlook? So ഇത് റീസെന്റ് ഒക്ടോബറിൽ ഇതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എന്നൊരു റിപ്പോർട്ട് റിലീസ് ചെയ്യുന്ന ഏജൻസി ഏതെന്നാണ് ചോദ്യം. ദ ആൻസർ ഈസ് IMF ആണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എന്ന ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ സി ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് 2 times an year ആണ്. സോ ഒരു വർഷം 2 തവണ ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്, ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ ആൻഡ് ഒക്ടോബർ. ആൻഡ് ഈ പറഞ്ഞ റിപ്പോർട്ട് പ്രധാനമായിട്ടും ഇറ്റ് അനലൈസ് ആൻഡ് പ്രിഡിക്ട്സ് ദ ഗ്ലോബൽ എക്കണോമിക് ഡെവലപ്മെന്റ്സ്. നമ്മുടെ ഗ്ലോബലിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ പ്രവർത്തനമല്ല, ഗ്ലോബിൽ നടക്കുന്ന ഡിഫറെന്റ് എക്കണോമിക് സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പം ഓരോ കൺട്രികളുടെയും വളർച്ചയും തളർച്ചയും, അവിടെ ചലഞ്ചസ്, അല്ലെങ്കിൽ ഗ്ലോബലിലുള്ള സാമ്പത്തിക മേഖലയിൽ നേരിടുന്ന വെല്ലുവിളി എന്തൊക്കെയാണ്, ഇവയൊക്കെയാണ് പൊതുവെ ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. സോ എന്താ ഒരു കാഴ്ചപ്പാടാണ് ഗ്ലോബലി നമ്മുടെ ഇപ്പൊ എക്കണോമിയുടെ പോക്ക് എങ്ങോട്ടാണ്, വെദർ വി ആർ ഗ്രോയിങ് ഓർ വെദർ വി ആർ ഫോളിങ്. സോ ഇതാണ് എന്ത് ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. സോ യു ക്യാൻ സി ദ ആൻസർ ഈസ് എ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. Then 7th question. Consider the statement regarding accommodative monetary policy stance of RBI. So നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലീസ് ചെയ്യുന്ന അക്കോമഡേറ്റീവ് മോണിറ്ററി പോളിസി സ്റ്റാൻസ്, അതിനെ പറ്റിയുള്ള ചോദ്യം. ഫസ്റ്റ്, ഇൻ അക്കോമഡേറ്റീവ് സ്റ്റാൻസ് RBI would normally increase the rate. നമ്മൾ പറഞ്ഞതാണ് when we discussed the types of monetary policy, we have discussed the different terms like accommodative stance, neutral stance, then calibrated tightening stance. ഇതില് accommodative സ്റ്റാൻസിന് ഞാൻ പറഞ്ഞിരുന്നു that policy is referring to cheap money policy ആണ്, അല്ലെങ്കിൽ എക്സ്പാൻഷനിസ്റ്റ് പോളിസിയാണ്. എക്സ്പാൻഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, മണി സപ്ലൈ വർദ്ധിപ്പിക്കുകയാണ്. ചീപ്പ് മണി പോളിസി എന്ന് പറയുമ്പോൾ എന്താ, ഇൻട്രസ്റ്റ് റേറ്റ് കുറവാകുക. So as to encourage the borrowing, so as to encourage the money supply, to increase the money supply in the economy. So ഇവിടെ എന്താ പറയുന്നത്, accommodative stance means RBI would normally increase. ആണോ? അല്ല, accommodative stance ആണ് നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിക്കുന്നതെങ്കിൽ RBI റേറ്റ് കൂട്ടുകയല്ല, മറിച്ച് കുറയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്. Usually, this policy is adopted when there are concerns of
high rate of inflation. ആണോ? നമ്മുടെ എക്കണോമിയില് ഇൻഫ്ലേഷൻ ഉള്ളപ്പോ അക്രോമേറ്റീവ് സ്റ്റാൻസ് എടുക്കാൻ RBI തയ്യാറാമോ? കാരണം എന്താ, ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് വീണ്ടും മണി സപ്ലൈ വരികയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഇമ്പാക്ട് ഓർ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ദ ഇൻഫ്ലേഷൻ. എക്കണോമി ഇമ്പാക്ട് ചെയ്യാം, ഇൻഫ്ലേഷൻ പിന്നെയും വർദ്ധിപ്പിക്കാം. സോ ദിസ് പോളിസി is adopted when there are concerns of high rate of inflation. തെറ്റാണ്. ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് ഏത് നയമാണ് എടുക്കുന്നത്? RBI adopting calibrated tightening stance. So neither one nor two. So രണ്ട് എന്താ തെറ്റാണ്? one തെറ്റ്, two തെറ്റ്, neither one. Then 8th, Basel III Accord or Basel III, often seen in news. So Basel III norms നമ്മൾ പറഞ്ഞതാണ് 2008 സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷമാണ് Basel III norms അഡോപ്റ്റ് ചെയ്യാനായിട്ട് ലോക രാജ്യങ്ങൾ തീരുമാനിക്കുന്നത്. ആൻഡ് ആസ് പെർ ദിസ് Basel norms നമ്മുടെ ബാങ്കുകളുടെ ലോണിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ ബാങ്കുകളുടെ ക്യാപിറ്റൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യുക, അതുപോലെ തന്നെ ബാങ്കുകളുടെ പെർഫോമൻസ് അതൊക്കെ ഇംപ്രൂവ് ചെയ്യുകയാണ് ഈ അക്കോർഡിന്റെ ലക്ഷ്യം. സോ യു ക്യാൻ സി Basel III Accord ഓർ Basel III എന്തിനു വേണ്ടിയാണ്? ടു ഇംപ്രൂവ് ബാങ്ക് സെക്ടേഴ്സ് എബിലിറ്റി ടു ഡീൽ വിത്ത് ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രെസ് ആൻഡ് ഇംപ്രൂവ് റിസ്ക് മാനേജ്മെന്റ്. അതാണ് Basel III നോംസിന്റെ പ്രത്യേകത. ആൻഡ് യു ക്യാൻ സി Basel 1, 2 and 3 ഉണ്ട്. സോ അതില് ഈ 3 വരുന്നത് എപ്പോഴാണ്? നമ്മുടെ സാമ്പത്തിക മാന്ദ്യം 2008 എക്കണോമിക് ക്രൈസിസിന് മുന്നോടിയായിട്ടാണ്. അതിനുശേഷമാണ് Basel III അഡോപ്റ്റ് ചെയ്തത്. സോ ബാങ്കുകളുടെ ഈ പറഞ്ഞ ലോൺ ക്വാളിറ്റിയും അവയുടെ പെർഫോമൻസും അതൊക്കെ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. ആൻഡ് നെക്സ്റ്റ് ഈസ് SLR, Statutory Liquidity Ratio. So SLR refers to percentage of total deposit of a bank which is kept with RBI in form of cash. അല്ലല്ലോ, SLR ആണോ അത്? It is CRR ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. An increase in SLR may decrease the money supply in the economy, while its decrease can inject more money in the economy. നോക്കുക, നമ്മുടെ ബാങ്കിലേക്ക് സപ്പോസ് 100 രൂപ ഡിപ്പോസിറ്റ് വരുന്നു. SLR എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? It is that portion of deposit that a bank has to keep as reserve with themselves. ഒരു ബാങ്ക് സ്വമേധയാ അവളുടെ വോട്ടിൽ കീപ്പ് ചെയ്യേണ്ട പൈസയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞത്. ആൻഡ് യു ക്യാൻ സി 100 രൂപ കിട്ടുന്നു, അതില് സപ്പോസ് 20% SLR ആയിട്ട് അവർ കീപ്പ് ചെയ്യാണ്. അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ യു ക്യാൻ സി the bank will be having only 80 rupees to lend. 80 രൂപയിൽ ലെൻഡ് ചെയ്യാൻ കാണത്തുള്ളൂ. ഇവിടെ നോക്കൂ, ആൻഡ് ഇൻക്രീസ് ഇൻ SLR. ഈ SLR 20 നിന്ന് 50% ഉയർത്തുന്ന വിചാരിക്കുക. അപ്പോൾ എന്താണ്? 50 രൂപ ബാങ്ക് ബാങ്ക് സ്വമേധയാ കീപ്പ് ചെയ്യണം. ബാക്കി 50 രൂപ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാങ്കിന് ലെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. So an increase in SLR may decrease the money supply. ശരിയാണല്ലോ, SLR കൂടുമ്പോ എക്കണോമിയിലെ മണി സപ്ലൈ കുറയാം. അതുപോലെ ഈ പറഞ്ഞ SLR കുറയുമ്പോ സപ്പോസ് 20 നിന്ന് അത് 10 കുറയെന്ന് വിചാരിക്കുക. 10% കുറയുമ്പോൾ 100 രൂപ കിട്ടുന്നു, 10 രൂപ റിസർവ് കീപ്പ് ചെയ്യുന്നു, then 90 രൂപ ലെൻഡ് ചെയ്യുന്നു. വിച്ച് മീൻസ് SLR കുറയ്ക്കുമ്പോ കൂടുതൽ പൈസ എന്ത് ചെയ്യാം? ബാങ്കിന് കടം കൊടുക്കാം, ബാങ്കിന് ലെൻഡ് ചെയ്യാം. അതുവഴി മണി സപ്ലൈ എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫസ്റ്റ് ഈസ് റോങ്. ആൻസർ വിൽ ബി 2 only. Option B is the right answer. Then consider the statement regarding measures of money supply ആണ്. M1 is the most commonly used measure of money supply.
and is also known as aggregate monetary resources. Ano? M1 ano? Aggregate monetary resources എന്ന് പറഞ്ഞാൽ അല്ലല്ലോ. What was that? It was M3 ആണ്. നമ്മൾ പറഞ്ഞതാണ് M3 is the most commonly used measure of money supply and is known as aggregate monetary resources. So M1 അല്ല, it is M3. M1 is most liquid and easiest for transaction, while M4 is least liquid of all. നമ്മൾ പറഞ്ഞിരുന്നു ഇത് ലിക്വിഡിറ്റി നോക്കുവാണെങ്കിൽ M1 is most liquid and M4 is least liquid. So M1 ആണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്, അത് കഴിഞ്ഞ് ഏറ്റവും കുറവുള്ളത് M4 ആണ്. So you can see decreasing order ആണ് ലിക്വിഡിറ്റി പോകുന്നത്. So M1 is most liquid and M4 is least liquid. So 2 only is the answer. Second statement ശരിയാണ്, first statement തെറ്റാണ്. Then which of the following statements correctly describes the meaning of fiat money? So fiat money എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം. So fiat money നമ്മൾ പറഞ്ഞാണല്ലോ, when you discuss the evolution of money, you have mentioned this term fiat money, legal tender ഡിസ്കസ് ചെയ്തതാണ്. So fiat money എന്താണ്? Fiat money means it ഒരു ഓപ്ഷൻ നോക്കാം, മണി ഡിപ്പോസിറ്റ് ബൈ പബ്ലിക് വിത്ത് ദ ബാങ്ക്സ് ആണോ? ആൾക്കാര് ബാങ്ക് ഡിപ്പോസിറ്റ് പൈസ. Then money which is accepted only by banks because of its backing by the government. Money which is accepted for payment because of the trust between the parties. അല്ല. Then D നോക്കൂ, money which does not have intrinsic value of its own. ഞാൻ പറഞ്ഞിരുന്നു ഫിയറ്റ് മണി എന്ന് പറയുമ്പോൾ അവയ്ക്ക് എന്ത് കാണത്തില്ല, സ്വമേധയ ഒരു വാല്യൂ കാണില്ല. ആൻഡ് അതിന്റെ വാല്യൂ എന്തുകൊണ്ടാണ് വരുന്നത്? ബിക്കോസ് ഓഫ് ദ ഗവൺമെന്റ് ഓർഡർ ആണ്. സർക്കാരിന്റെ ഓർഡർ അല്ലെങ്കിൽ ഒരു ഫിയറ്റ് മീൻസ് ഓർഡർ എന്നാണ്, ഒരു രാജശാസന അല്ലെങ്കിൽ ഒരു രാജാവിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിക്രി ഉദ്ദേശിക്കുന്നത്. സോ ഒരു കിങ്സ് ഡിക്രി വഴി, സർക്കാരിന്റെ ഓർഡർ വഴി, ഒരു ആക്ട് വഴി ഒക്കെ വാല്യൂ ഉള്ള കറൻസി, അതാണ് ഫിയറ്റ് കറൻസി. പക്ഷെ ഇതില് ABC ഇവയൊന്നും എന്താണ് ഫിയറ്റ് മണിയുടെ ബന്ധമില്ല. എന്നാൽ ഡി നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. എന്താണ്? മണി വിച്ച് ഡസ് നോട്ട് ഹാവ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ഇറ്റ്സ് ഓൺ. സ്വമേധയ ഒരു മൂല്യമില്ലാത്ത നോട്ടം, സ്വമേധയ ഒരു മൂല്യമില്ലാത്ത ഐറ്റം, അതാണ് ഫിയറ്റ് മണി എന്ന് പറയുന്നത്. അതുപോലെ വി ഹാഡ് ഡിസ്കസ്ഡ് വൺ മോർ ടേം ഇസ് കോൾഡ് ആസ് കൊമ്മോഡിറ്റി മണി. കൊമ്മോഡിറ്റി മണി എന്നൊക്കെ പറഞ്ഞപ്പോ എന്താ ഇതിന്റെ പ്രത്യേകത? അതിന് സ്വമേധ ഒരു വാല്യൂ ഉണ്ട്. ഇപ്പൊ രത്നങ്ങള്, പവിഴങ്ങള്, അല്ലെ മുത്തുകള്, ഇതൊക്കെ പലപ്പോഴും എന്താ ട്രാൻസാക്ഷനിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നോക്കും, പക്ഷെ എന്താ കുഴപ്പം? ഈ ഐറ്റംസിന് ഒരു ഇൻട്രൻസിക് വാല്യൂ ഉണ്ട്, അതിന് സ്വമേധ ഒരു വാല്യൂ ഉണ്ട്. എന്നാൽ ഫിയറ്റ് മണി എന്ന് പറയുമ്പോൾ ഒരു 1000 രൂപ നോട്ടെന്ന് പറയും, അല്ലെങ്കിൽ 2000 രൂപ നോട്ടെന്ന് പറയുമ്പോൾ, 500 നോട്ടെന്ന് പറയുമ്പോൾ, ദാറ്റ് ഈസ് നോട്ട് ഹാവിങ് എ വാല്യൂ ഓഫ് ഇറ്റ്സ് ഓൺ. അതൊരു പീസ് ഓഫ് പേപ്പർ മാത്രമാണ്. സർക്കാരിന്റെ വിജ്ഞാപനം ഇല്ലെങ്കിൽ ആ 500 നോട്ടിനും ഒരു പേപ്പറിന്റെ കഷത്തിനും ഒരേ വിലയാണ്. സോ D is the most appropriate answer. Now, it's a question. Consider the following statements regarding an institution. It was set up in 1982 as an apex body to coordinate the activities of all institutions involved in rural financing. ഗ്രാമീണ മേഖലയില് ഫിനാൻസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ മുന്നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഏജൻസിയാണ് പറയുന്നത്. The Shivaraman Committee recommended the formation of this body. It provides refinance support for building rural infrastructure. So, ചോദ്യം ഇവയെല്ലാം എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഓൾറെഡി അറിയാത്. ഈ ശിവരാമൻ കമ്മിറ്റി നിൽക്കുമ്പോൾ തന്നെ ആൻസർ അറിയായിരിക്കും. ആൻസർ എന്താണ്? നബാർഡ് ആണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. സോ C is the answer. So നബാർഡ് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഏജൻസി ആയിരുന്നു അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. സോ ബിഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നബാർഡ്, നമ്മുടെ റിസർവ് ബാങ്കിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു ഏജൻസി ആയിരുന്നു അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞത്. Now 13. Pradhan Mantri Jan Dhan Yojana
sometimes seen in news. This related to. So, Jantan Yojana നമുക്കറിയാവുന്നതാണ്. Simple question ആണ്. എന്തിനു വേണ്ടിയുള്ളതാണ്? It is mainly for increasing financial inclusion in the country. നമ്മുടെ എക്കണോമിയിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്ന ഒരു സ്കീമായിരുന്നു പ്രധാനമന്ത്രി ജൻധൻ യോജന. So D is the right answer. Then 14th question. Consider the following statements. A proportion of total deposits and reserves of the commercial banks that is to be kept with RBI in liquid form or central bank in liquid form. It is used as measures of control of RBI over commercial banks. മുകളിൽ പറഞ്ഞേക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് എന്തിനെ പറ്റിയാണ്? സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ക്യാഷ് റിസർവ് റേഷ്യോയെ പറ്റിയാണ് പറയുന്നത്. ഒരു ബാങ്കിന് കിട്ടുന്ന ഡിപ്പോസിറ്റ് നിശ്ചിത ശതമാനം ബാങ്ക് RBI ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യണം. ലിക്വിഡ് ഫോം എന്ന് പറയുമ്പോൾ എന്താ? ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്യണം ഉദ്ദേശിക്കുന്നത്. സോ വി ക്യാൻ സി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇവ രണ്ടും എന്തിനെയാണ് മീൻ ചെയ്യുന്നത്? CRRനെയാണ് മീൻ ചെയ്യുന്നത്. ആൻസർ വിൽ ബി A. Then, which of the following statement regarding monetary policy committee are correct? Incorrect ആണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ monetary policy committee incorrect ആണ് ചോദിച്ചത് അല്ലേ? അയ്യോ, incorrect ആണ്. So നോക്കൂ, the MPC is required to meet at least 4 times in a year. So you can see MPC, ഞാൻ പറഞ്ഞിരുന്നു monetary policy committee minimum 4 times എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യണം. So that is correct. MPC is required to meet at least 4 times a year. ഒരു വർഷം മിനിമം 4 തവണ MPC മീറ്റ് ചെയ്യണം. That is correct statement. Then members of MPC appointed by the government will hold office for a period of 4 years and are not eligible for reappointment. That is also correct. നമ്മുടെ MPC നമ്മൾ കണ്ടിരുന്നു. Monetary Policy Committee, you can see there are 6 members under. 3 members from RBI and 3 members from Government of India representative. 3 പേര് RBI നിന്നും 3 പേര് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ് ആണ്. അതില് സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്ന ഈ 3 ആളുകൾ they will be appointed for a period of 4 yearsലേക്കാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. 4 വർഷം കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യാൻ പറ്റില്ല? റീഅപ്പോയിന്റ് ചെയ്യാൻ കഴിയില്ല. and are not eligible for reappointment. That is also correct. Then the minimum quorum required for the meeting of MPC is 3 members. So നമ്മൾ പറഞ്ഞിരുന്നു മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കണമെങ്കിൽ മിനിമം എത്ര പേര് വേണം? മിനിമം 4 പേര് വേണം. ചോദ്യം സെലക്ട് ദ ഇൻകറക്റ്റ് ആൻസർ എന്നാണ്. സോ അത് മാറിപ്പോയി കേട്ടോ, സോറി, ഐ വിൽ കറക്റ്റ്. സോ നിങ്ങളിത് കറക്റ്റ് ആവണം, അല്ലെങ്കിൽ ഓപ്ഷൻസ് മാറ്റണം. 3 only. സോ ഇതില് എന്താണ് ആൻസർ? എന്താ? 3 only is incorrect. Or we can see 1 and 2 are correct. ഞാൻ കറക്റ്റ് ചെയ്യാം. ഐ വിൽ റീഅപ്ലോഡ്. ഞാൻ ഇതിന്റെ കീ ഒന്നുകൂടെ റീഅപ്ലോഡ് ചെയ്യാം. കറക്റ്റ് എന്നാണ് ചോദ്യം, ഇൻകറക്റ്റ് അല്ല, കറക്റ്റ് ആണ്. ഇൻകറക്റ്റ് ആകുമ്പോൾ ഓപ്ഷൻ ഇല്ലാത്ത. സോ കറക്റ്റ് ആണ് ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ എന്താ? 1 and 2 only. ഇൻകറക്റ്റ് ആണെങ്കിൽ 3 only. So I will once again re-upload this question. Sorry. So അതാണ് ആൻസർ. സോറി, SLRും CRRും മോണിറ്ററി പോളിസി കമ്മിറ്റി തന്നെയാണോ തീരുമാനിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞാണല്ലോ, SLRും CRRും തീരുമാനിക്കുന്ന ആരാണ്? RBI തന്നെയാണ്. RBI നേരിട്ട് തീരുമാനിക്കുന്നത് അല്ലേ? CRRും SLRും is the exclusive responsibility of RBI ആണ്. നമ്മുടെ ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടല്ലോ, റിപ്പോ റേറ്റിന്റെ ഇതാണ് ആര് തീരുമാനിക്കുന്നത്? മോണിറ്ററി പോളിസി കമ്മിറ്റി തീരുമാനിക്കുന്നത്. നമ്മൾ പറഞ്ഞു, whenever RBI is defining repo rate ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ള റേറ്റുകൾ എന്താ? ഓട്ടോമാറ്റിക്കലി ഡിഫൈൻഡ് ആവും. കാരണം ഞാൻ പറഞ്ഞു, there is a corridor, ഒരു റേഞ്ച് ഉണ്ട്. റിപ്പോയേക്കാൾ 0.25 കൂടുതൽ MSF,
റിപ്പോയേക്കാൾ 0.25 കുറവ് SDF. സോ വെന്നെവർ നമ്മുടെ റിപ്പോ റേറ്റ്, നമ്മുടെ ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ റിപ്പോ റേറ്റ് ആണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. സോ റിപ്പോ റേറ്റ് എത്ര ആണെന്ന് റെക്കമെൻഡ് ചെയ്യുമ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു, RBI അനൗൺസ് ചെയ്യുന്നു. സോ റിപ്പോ റേറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ MSF റേറ്റും അതുപോലെ റിവേഴ്സ് റിപ്പോയും അതുപോലെ നമ്മുടെ SDF ഒക്കെ എന്താ ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആവും. കാരണം എന്താ, റിപ്പോ, MSF, SDF ഇവയെല്ലാം കൃത്യമായ റേഞ്ചിലാണ് RBI കീപ്പ് ചെയ്തിരിക്കുന്നത്. റിപ്പോയേക്കാൾ 0.25 മേലെ MSF, റിപ്പോയേക്കാൾ 0.25 താഴെ SDF എന്നാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പോ റേറ്റ് മാത്രം മാറ്റിയാൽ മതി. റിപ്പോ റേറ്റ് ചേഞ്ച് ചെയ്യുന്ന പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ MSF-ഉം SDF-ഉം ഒക്കെ ചേഞ്ച് ആയിക്കോളും. യു ക്യാൻ സി MPC is entrusted with the responsibility of deciding the policy rates ആണ്, നമ്മുടെ ബെഞ്ച്മാർക്ക് പോളിസി റേറ്റ്സ്. MSF, റിവേഴ്സ് റിപ്പോ, LAF ഇതിന്റെ മാത്രമാണ് എന്ത് MPC റോൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ CRR-ഉം SLR-ഉം അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് RBI ആണ് എന്നറിഞ്ഞിരിക്കുക. അവിടെ ഈ പറഞ്ഞ MPC-ക്ക് റോളില്ല. അത് എത്ര റേറ്റ് ആവണം അല്ലെ എത്ര ശതമാനം കുറയ്ക്കണം എന്നൊന്നും ആര് പറയത്തില്ല, ഈ പറഞ്ഞ MPC പറയത്തില്ല. പക്ഷെ വേറൊരു കാര്യം പറയാം, MPC ക്യാൻ ഇൻഫ്ലുവൻസ്, ആ തീരുമാനത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ റേറ്റ് കുറയ്ക്കാൻ പറയാനൊന്നും കഴിയില്ല. ഓക്കെ, കാരണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ MPC അഡോപ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ എക്കണോമിയിൽ അക്കോമഡേറ്റീവ് സ്റ്റാൻസ് അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. നമ്മുടെ എക്കണോമിയിൽ അക്കോമഡേറ്റീവ് സ്റ്റാൻസ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് റേറ്റുകളെല്ലാം കുറയും. ആ സമയത്ത് വേണമെങ്കിൽ RBIക്ക് തോന്നുവാണ് നമുക്ക് CRR-ഉം SLR-ഉം കുറയ്ക്കാം എന്ന് RBIക്ക് തോന്നുവാണ്, എങ്കിൽ കുറയ്ക്കും. അതല്ലാതെ MPC cannot recommend to reduce CRR or SLR. പക്ഷെ MPC can recommend RBI to reduce rates like repo rate. റിപ്പോ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? RBI റെക്കമെൻഡ് ചെയ്യാം. മറ്റേത് എന്താ റെക്കമെൻഡ് ചെയ്യാൻ. സോ ഇതിന്റെ ആൻസർ എന്താണ്? മിസ്റ്റേക്ക് ഉണ്ട്, ഞാനത് കറക്റ്റ് ചെയ്യാവേ. സോ നെക്സ്റ്റ്, which of the following may be done by RBI when it adopts a dear money policy? Dear money policy എന്ന് പറയുമ്പോൾ എന്താ? Money is became dearer, which means അവിടെ പലിശ നിരക്കുകൾ ഉയർന്നിരിക്കും. ഞാൻ ലോൺ എടുക്കാൻ പോകുമ്പോൾ I have to pay more interest so as to obtain a loan. So increasing cash reserve ratio, CRR increase ചെയ്യുന്നു. നമ്മുടെ RBI CRR increase ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അവിടെ ബാങ്കുകൾ കൂടുതൽ പൈസ RBI കീപ്പ് ചെയ്യേണ്ടി വരും. സോ ബാങ്കുകൾക്ക് പൈസ ലെൻഡ് ചെയ്യുന്നത് കുറയും. അപ്പോൾ എന്ത് പറ്റും? യു ക്യാൻ സി ദ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യാം? കൂടാം. ബിക്കോസ് ബാങ്കിന്റെ കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ. ഡിമാൻഡ് ഫോർ ലോൺ ഉണ്ടെങ്കിൽ there may be a chance for hike in interest rate. So CRR RBIക്ക് കൂട്ടാം. Then increasing MSF. So MSF rate കൂട്ടുമ്പോൾ എന്താ? ഓട്ടോമാറ്റിക് ആയിട്ട് it can influence the interest rate in the economy. Increasing bank rate, അതും എന്താണ്? നമ്മുടെ എക്കണോമിയിലുള്ള പലിശ നിരക്ക് ഉയർത്താം. So you can see all these measures may be used by RBI when it adopts a dear money policy or tightening policy, calibrated tightening stance അഡോപ്റ്റ് ചെയ്യുമ്പോൾ RBIക്ക് യൂസ് ചെയ്യാം. Then 17, with reference to Indian financial market, which of the following report is or are released by RBI? So അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ റിപ്പോർട്ട് എന്താണ്, ഈ റിപ്പോർട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. അല്ലാതെ there is no need for a detailed study of this report. ഈ റിപ്പോർട്ടുകളുടെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമില്ല. സോ ഇതില് 1, then 3 and 4
ഈ 3 റിലീസ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. സോ കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ, ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ സർവേ ഓഫ് ഹൗസ് ഹോൾഡ്, റിപ്പോർട്ട് ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് റിസർച്ച്. ആൻഡ് യു മേ സി ഇവ എപ്പോഴൊക്കെ റിലീസ് ചെയ്ത് നോക്കാം. സോ RBI നമ്മുടെ എക്കണോമിയിൽ ധാരാളം റിപ്പോർട്ട് റിലീസ് ചെയ്യാറുണ്ട് ഓൺ ഡിഫറെന്റ് മാറ്റേഴ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ. ഇത് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ എക്കണോമിയിലുള്ള ആളുകളുടെ കോൺഫിഡൻസ് ആണ്. സോ ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് നമ്മുടെ എക്കണോമിയിൽ എത്തുന്നത് വിശ്വസിക്കുന്നു. നമ്മുടെ എക്കണോമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എക്കണോമിയെ പറ്റിയുള്ള പെർസെപ്ഷൻ ഓഫ് കൺസ്യൂമർ എന്താണ്, അതാണ് ഈ കൺസ്യൂമർ കോൺഫിഡൻസ് സർവേ എന്ന് പറഞ്ഞത്. ആൻഡ് ഇറ്റ് ഈസ് റിലീസ്ഡ് ക്വാർട്ടർലി ആണ്, ഓരോ 3 മാസം കൂടുമ്പോൾ റിലീസ് ചെയ്യും. ദെൻ ദർ ഈസ് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ സർവേ. ഇത് പറയുന്നത് നമ്മുടെ ഹൗസ് ഹോൾഡിന്റെ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ ആണ്. അതായത് ഈ ഭാവിയിൽ ഈ പണപ്പെരുപ്പം കൂടുമോ അതോ പണപ്പെരുപ്പം കുറയുമോ, വാട്ട് വിൽ ബി ദ ഇൻഫ്ലേഷൻ ഇൻ ഫ്യൂച്ചർ. അതാണ് ക്വാർട്ടർലി റിലീസ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ സർവേക്കകത്ത് പറയുന്നത്. ദെൻ ദർ ഈസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. എന്താ നമ്മുടെ എക്കണോമിയിലെ പൊതുവായിട്ടുള്ള ധനകാര്യ മേഖലയുടെ സ്ഥിരത, ഇപ്പം GDP ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് റേറ്റിന്റെ സ്ട്രെങ്ത്, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. ദെൻ ദർ ഈസ് മോണിറ്ററി പോളിസി റിപ്പോർട്ട്. സോ നമ്മുടെ RBIയുടെ തന്നെ മോണിറ്ററി പോളിസികളുടെ അതിനെ പറ്റിയുള്ള റിപ്പോർട്ടാണ്. അതിന്റെ ഇൻഫ്ലുവൻസ്, അതിന്റെ ഇമ്പാക്ട്, ആ നയത്തിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ്, അതുപോലെ ഭാവിയിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവാം, അതാണ് ഈ മോണിറ്ററി പോളിസി റിപ്പോർട്ടിൽ പറയുന്നത്. സോ അതും ഹാഫ് ഇയർലി റിലീസ് ചെയ്യുന്നത്. Then there is report on foreign exchange, and that is released half yearly ആണ്. Then there is report on currency and finance. നമ്മുടെ പൊതുവെയുള്ള കറൻസി എത്രമാത്രം മണി സപ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം കറൻസി അവൈലബിൾ ആണ് എക്കണോമിയിൽ. അതുപോലെ നമ്മൾ പറയാറില്ലേ, ഇത്രമാത്രം 2000 രൂപ ഇത്ര കറൻസി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 500 രൂപ ഇത്ര കറൻസി ഉണ്ടായിരുന്നു. സോ RBI പ്രിന്റ് ചെയ്യുന്ന കറൻസി, അതിന്റെ തോത് എത്രയൊക്കെയാണ്, അതാണ് റിപ്പോർട്ട് ഓൺ കറൻസി ആൻഡ് ഫിനാൻസിൽ പറയുന്നത്. സോ യു ക്യാൻ സി ഇതെല്ലാം ആര് റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടാണ്? RBI റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടാണ്. ഇവരുടെ പേരെന്ന് അറിഞ്ഞിരിക്കുക, അതുപോലെ ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, അതുപോലെ ഇതിന്റെ പേര് പറഞ്ഞിരിക്കുക. സോ കൈൻഡ്ലി ഗോ ത്രൂ ദ നെയിംസ്. അതൊന്ന് വായിക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഒരു 1-2 വായിക്കുമ്പോൾ തന്നെ അത് ഓർത്തിരിക്കും, ഇത് RBIയുടെ റിപ്പോർട്ടാണ് എന്നറിയാം. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ കുറെ റിപ്പോർട്ട് വന്നത്, എന്തെല്ലാം വാർത്ത വന്നതാണ്, ഈ അടുത്തിടയ്ക്ക് വാർത്ത ഉണ്ടായിരുന്നതാണ് ഈ റിപ്പോർട്ടിൽ പലതും. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി വന്നിട്ട് ഇതിൽ അതൊക്കെയാണ് RBI റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് വന്നിട്ട് ഇത് റിലീസ് ചെയ്യുന്ന ആരാണ് എന്ന് ചോദിക്കും. സോ ആൻസർ എന്താ? 1, 3 and 4. ആൻഡ് 2 നോക്കൂ, ബാനിങ് ഓൺ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ, ആൻഡ് ദാറ്റ് ഈസ് റിലീസ്ഡ് ബൈ നീതി ആയോഗ്, then Rocky Mountain Institute. So Rocky Mountain Institute and Rocky Mountain Institute India were released the report on banning on electric vehicles in India in the Parana, and which outlines the importance of priority sector recognition for retail lending in electric mobility system. നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസുകൾക്ക് മുൻഗണനാ മേഖല ലെൻഡിങ്ങിൽ ഉൾപ്പെടുത്തണം എന്നൊരു സജഷൻ നൽകിയ റിപ്പോർട്ടായിരുന്നു ബാനിങ് ഓൺ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ഇത് റിലീസ് ചെയ്തത് നീതി ആയോഗാണ്. സോ നീതി ആയോഗ് ഇസ് എ പാർട്ട് ഓഫ് ദിസ് റിപ്പോർട്ട്. സോ 2 ഇല്ല, 1, 3 and 4 are there. Then an increase in bank rate generally indicates, നമ്മുടെ ബാങ്ക് റേറ്റ് ഉയർത്തുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ് ചോദ്യം. സോ when bank rate is hiked or increased, you can see market rate of interest is likely to fall. ആണോ? പലിശനിരക്ക് കുറയുന്നോ? ഇല്ല. Central bank is no longer making loans to commercial banks. അതാണോ? അല്ല. Then central bank is following an easy money policy. Central bank is following a tight money policy. Tight money policy ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാലിബ്രേറ്റഡ് ടൈറ്റനിങ് സ്റ്റാൻസ് അഡോപ്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ബാങ്ക് റേറ്റ് RBI ഉയർത്തുന്നത്. So we can see D is the answer. Then
which of the following best describes the term import cover, sometimes seen in news? So, import cover എന്ന ടേം എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ചോദ്യം, എന്താണ് മീനിങ് എന്ന ചോദ്യം. നമ്മൾ പറഞ്ഞതാണ് ഇമ്പോർട്ട് കവർ എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മന്ത്സ് ദാറ്റ് കുഡ് ബി പെയ്ഡ് ഫോർ എ കൺട്രീസ് international reserve. It is the number of months of import. It is the number of months of import that can be serviced by a country's foreign reserve. ഒരു കൺട്രിയുടെ ഫോറിൻ റിസർവ് ഉപയോഗിച്ചുകൊണ്ട്, കറന്റ്ലി ഉള്ള ഫോറിൻ റിസർവ് ഉപയോഗിച്ചുകൊണ്ട് എത്ര മാസത്തെ ഇമ്പോർട്ട് ബില്ല് കൊടുക്കാൻ സാധിക്കും? സോ ഹൗ മച്ച് മന്ത്സ് ഓഫ് ഇമ്പോർട്ട് ബിൽ ക്യാൻ ബി പെയ്ഡ്, ക്യാൻ ബി സർവീസ്ഡ് using a country's current foreign reserve. അതാണ് എന്ത്? ഇമ്പോർട്ട് കവർ എന്ന് പറഞ്ഞാൽ. സോ ആൻസർ എന്താ? ഡി ആണ്. ബാക്കി ഒന്നും ശരിയല്ല. ആൻസർ ഈസ് ഡി. സോ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് ടു GDP. ഇറ്റ് ഈസ് ടോട്ടൽ വാല്യൂ ഓഫ് ഇമ്പോർട്ട്. ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ വാല്യൂ ഓഫ് ഇമ്പോർട്ട് ആൻഡ് വാല്യൂ ഓഫ് ഇമ്പോർട്ട്. അതൊന്നുമല്ല. സോ യു ക്യാൻ സി A, B, C are wrong. D is the correct answer. Then 20th question. Consider the following statement regarding DBU. Important ആണ്. It's a part of current affairs. 2022 ബഡ്ജറ്റിലാണ് ഗവൺമെന്റ് ഈ DBUവിനെ പറ്റി പ്രതിപാദിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 2023 ഈ വർഷം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഇനിഷ്യേറ്റഡ് the establishment of DBU or digital bank units in the country. So DBU എന്ന് പറയുമ്പോൾ ഒരു ബാങ്ക് നൽകുന്ന സേവനങ്ങൾ ഓൺ എ മിനിമം സ്കെയിലില്, ഒരു ബ്രാഞ്ച് ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ദിസ് ഇസ് നോട്ട് എ ബ്രാഞ്ച്. മറിച്ച് ഒരു മിനിമം സ്പേസിൽ ബാങ്ക് നൽകുന്ന സേവനങ്ങൾ എന്ത് ചെയ്യുക? ഡിജിറ്റലി ഓൺലൈനായിട്ട് എന്ത് ചെയ്യുക? കൺസ്യൂമറിന് പ്രൊവൈഡ് ചെയ്യുക. സോ വി ക്യാൻ സി ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് ഫിക്സഡ് പോയിന്റ് ബിസിനസ് യൂണിറ്റ്സ് housing a certain minimum digital infrastructure for delivering digital banking products and services. നമ്മുടെ ബാങ്ക് നൽകുന്ന ഡിജിറ്റൽ സർവീസസ്, ഡിജിറ്റൽ ബാങ്കിങ് സർവീസസ്, അതുപോലെ പ്രൊഡക്ട്സ്, ഇവയൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവയൊക്കെ ഒരു കൺസ്യൂമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? ബിൽഡ് ചെയ്യുന്നു. നമ്മൾ കാണാറില്ലേ CDM കൗണ്ടർ കണ്ടിട്ടില്ലേ? ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ കൗണ്ടർ. സോ ഈ CDM കൗണ്ടർ പോലെ തന്നെ ATM മെഷീനും CDM മാത്രമായിരിക്കത്തില്ല. ഈ പറഞ്ഞ ഡിജിറ്റൽ ബാങ്കിങ് യൂണിറ്റ്സിൽ യു ക്യാൻ ഡിപ്പോസിറ്റ് മണി, യു ക്യാൻ വിഡ്രോ മണി. അത് മാത്രമല്ല, യു ക്യാൻ അപ്ലൈ ഫോർ എ ലോൺ. ഒരു ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ യു ക്യാൻ പർച്ചേസ്, നമ്മുടെ POS മെഷീന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കാം. QR കോഡിൽ ഇപ്പൊ ബിസിനസ് ഫേം ഒക്കെ ആണെങ്കിൽ POS മെഷീൻ ഉണ്ടല്ലോ, ഓരോ ബാങ്കുകളിലെ POS മെഷീൻ, അതിന് റിക്വസ്റ്റ് കൊടുക്കാം. സോ ഒരു ബാങ്ക് നൽകുന്ന പല സേവനങ്ങളും ഡിജിറ്റലായിട്ട് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. വയ സെറ്റിങ് ഒരു ചെറിയ സ്പേസിൽ, വലിയ ബ്രാഞ്ച് ഒന്നും അല്ല, ഒരു ചെറിയ സ്പേസിൽ ബാങ്ക് നൽകുന്ന മിനിമം സേവനങ്ങൾ ഒരു മിനിമം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക. സോ ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് ഫിക്സഡ് പോയിന്റ് ബിസിനസ് യൂണിറ്റ്സ് housing a certain minimum digital infrastructure for delivering digital banking products, and services. So you can see so the first statement ശരിയാണ്. Then in DBU the banking services will be delivered only in self-service mode. So നമ്മുടെ DBU എന്ന് പറഞ്ഞപ്പോ എന്താ ഞാൻ പറഞ്ഞേ? എല്ലാ ബാങ്കുകളും ഒരു മിനിമം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? They will just a minute. ശരിയാണ്. എല്ലാ ബാങ്കുകളും എന്ത് ചെയ്യുന്നു? ഒരു മിനിമം ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? ബിൽഡ് ചെയ്യുന്നു. അതിനുള്ളില് ഒരു കസ്റ്റമർ എന്ന് കഴിഞ്ഞാൽ he can get the service of this
he can get this minimal banking service. ഒരു ബാങ്കിൽ നൽകുന്ന മിനിമം സർവീസ് എന്ത് ചെയ്യും അക്കൗണ്ടിൽ കിട്ടും. ആൻഡ് ഈ പറഞ്ഞ സർവീസ് he can either get the service as self-service ആയിട്ട് സെൽഫ് സർവീസ് മോഡിൽ എന്ത് ചെയ്യാം ഒപ്റ്റൈൻ ചെയ്യാം. അതായത് പുള്ളിക്ക് തന്നെ സ്വമേധ ഓപ്പറേറ്റ് ചെയ്യാം. പൈസ ഡിപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോൺ അപേക്ഷിക്കാനോ ഒക്കെ എന്താ പുള്ളിക്ക് സ്വമേധ ചെയ്യാം. അതുപോലെ തന്നെ there will be സെൽഫ് സർവീസ് മാത്രമല്ല, അതിനൊപ്പം തന്നെ there will be assisted service also. ബാങ്കിങ് ഒഫീഷ്യൽ കാണും. ഈ പറഞ്ഞ DBU-നകത്ത് there will be a banking official who will be assisting you for this various service. ഈ പല സർവീസും നേടാനായിട്ട് കിട്ടാനായിട്ട് നിങ്ങൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് കാണും? there will be banking officials also. ഇവിടെ നോക്കുക, in DBU the digital banking services will be delivered only in പറഞ്ഞേ അല്ല, it is delivered in self-service and assisted mode. So second statement എന്താ തെറ്റാണ്. In DBU, cash withdrawal can be done through ATM machines or even through physical cash disbursal across counters. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, DBU-ക്കകത്ത് ഞാൻ പറഞ്ഞു the bank will be setting a minimum digital infrastructure എന്നാ പറഞ്ഞത്. അവിടെ there will not be any cash counters. സാധാരണ ഒരു ബാങ്കിൽ കാണുന്ന പോലെ ക്യാഷ് കൗണ്ടേഴ്സ് കാണില്ല. എന്തിനു വേണ്ടിയാണ് ഈ യൂണിറ്റ് എത്തിയിരിക്കുന്നത്? ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയല്ലേ. The main aim of this DBU is to deliver digital banking service ആണ്. അതുകൊണ്ട് തന്നെ there will not be any cash disbursal through cash counters. ക്യാഷ് കൗണ്ടർ സാധാരണ ഒരു ബാങ്ക് കാണുന്ന പോലെ ക്യാഷ് കൗണ്ടർ വഴി പൈസ നിക്ഷേപിക്കാനോ പൈസ വിഡ്രോ ചെയ്യാനോ കഴിയില്ല. നേരെ മറിച്ച് there will be ATM machines or cash depositing machines. നമ്മൾ കാണുന്ന CDM, ATM മെഷീൻസ്, അതുപോലെ ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ ഒക്കെ അവിടെ കാണും. അതുവഴി എന്ത് ചെയ്യാം? നമുക്ക് പൈസ ഡിപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ പൈസ വിഡ്രോ ചെയ്യാം. സോ ക്യാഷ് വിഡ്രോവൽ ക്യാൻ ബി ഡൺ ത്രൂ ATM മെഷീൻ. അത് ശരിയാണ്, ATM മെഷീൻ വഴി പൈസ വിഡ്രോ ചെയ്യാം. എന്നാൽ ഫിസിക്കൽ ക്യാഷ് ഡിസ്ബേഴ്സൽ അക്രോസ് കൗണ്ടർ, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ക്യാഷ് ഡിസ്ബേഴ്സൽ ത്രൂ കൗണ്ടേഴ്സ് എന്ത് പറ്റില്ല? DB വഴി പറ്റില്ല. സോ 1 ശരിയാണ്, 2 and 3 are wrong. So answer is A, 1 only. So 2023 ഏപ്രില് RBI ഈ പറഞ്ഞ DBUന്റെ ഗൈഡ് ലൈൻസ് ഇറക്കി ചെയ്തു. And you can see the main aim of this DBU is to provide banking services in small towns, villages. അവിടെയൊക്കെ എന്ത് ചെയ്യുക? ബാങ്ക് സർവീസസ് കുറച്ചുകൂടെ വിപുലമാക്കാൻ ഈ DBU സഹായിക്കുന്നതായിരിക്കും. And also we can see in the case of DBU, it aims to provide maximum services with minimum infrastructure. ഒരു ബാങ്കിന്റെ സർവീസ് മിനിമം ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുക? മാക്സിമം പ്രൊവൈഡ് ചെയ്യാനാണ് നോക്കുന്നത്. And to empower the common citizen and make them powerful. So എന്താ ഈ പറഞ്ഞ സർവീസുകൾ ഗ്രാമീണ മേഖലയിലേക്കും ചെറുകിട ടൗണിലേക്കൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ആളുകൾക്കും ഈ പറഞ്ഞ ബാങ്ക് സേവനം ലഭിക്കുകയാണ്. ആൻഡ് ഒരു ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ, ഒരു ബാങ്കിന്റെ ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ റിക്വയർ മോർ എഫോർട്ട്. ഒരു ബ്രാഞ്ച് ഇത് തുടങ്ങണമെങ്കിൽ ധാരാളം എഫേർട്സ് ആവശ്യമുണ്ട്, ധാരാളം സ്റ്റാഫിന് ആവശ്യമുണ്ട്. നേരെ മറിച്ച് ഈ DBU എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ സ്റ്റാഫിന് എണ്ണം കുറയ്ക്കാം, അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാങ്കിന്റെ ഓപ്പറേഷൻ കോസ്റ്റ് എന്ത് ചെയ്യാം? ബാങ്കിന് കുറയ്ക്കാം. സോ ബാങ്കിന് നല്ലതാണ്, കസ്റ്റമേഴ്സിനും എന്താണ് ഇത് ബെനിഫിഷ്യൽ ആണ്. ആൻഡ് ആൾസോ ആർക്കൊക്കെ പറ്റും നോക്കിക്കഴിഞ്ഞാൽ, ആർക്കൊക്കെയാണ് DBU സെറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതർ ദാൻ RRB, പേയ്മെന്റ് ബാങ്ക്, ലോക്കൽ ഏരിയ ബാങ്ക്സ്. സോ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് RRBക്ക് പറ്റില്ല. ഗ്രാമീൺ ബാങ്കുകൾ, പേയ്മെന്റ് ബാങ്കുകൾ, അതുപോലെ ലോക്കൽ ഏരിയ ബാങ്ക്, ദേ ആർ നോട്ട് എലിജിബിൾ ടു സെറ്റ് അപ്പ് DBU. അറിഞ്ഞിരിക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക്സ് ആർ നോട്ട് എലിജിബിൾ ടു സെറ്റ് അപ്പ് DBU എന്ന് ചോദിക്കുമ്പോൾ ഗ്രാമീൺ ബാങ്ക്,
payment banker, then local area banker. They are not eligible to set up DBU, and they need to open DBU in Tier 1 to Tier 6 cities. So Tier 1 to Tier 6 centers like എന്ത് ചെയ്യാം? Tier 1 എന്ന് വെച്ചാൽ based on population ആണ് കേട്ടോ. ഓരോ സിറ്റിയുടെയും ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് Tier 1, Tier 2, Tier 3 എന്ന് സ്പെസിഫൈ ചെയ്തത്. സോ Tier 1 ആണ് ഹയസ്റ്റ് പോപ്പുലേഷൻ വരുന്നത്, Tier 6 ലീസ്റ്റ് പോപ്പുലേഷൻ. സോ Tier 1 to Tier 6 സെന്റേഴ്സിൽ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ യൂണിറ്റ്സ് സെറ്റപ്പ് ചെയ്യാൻ കഴിയുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്. അതുപോലെ തന്നെ വൈ സെറ്റപ്പിംഗ് ദീസ് യൂണിറ്റ്സ് RBIയുടെ മുൻകൂട്ടിയുള്ള അഡ്മിഷൻ ആവശ്യമില്ല. വിത്തൗട്ട് ഹാവിംഗ് ദ നീഡ് ടു ടേക്ക് പെർമിഷൻ ഫ്രം RBI ഇൻ ഈച്ച് കേസ്. ആദ്യം ഒരു തവണ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ തവണയും DBU സെറ്റ് ചെയ്യുമ്പോൾ RBIയുടെ അംഗീകാരം ആവശ്യമില്ല. സോ സർവീസ് നോക്കുവാണെങ്കിൽ ദ സർവീസസ് ഓഫേർഡ് ഇൻ ദിസ് DBU ഡിജിറ്റൽ സർവീസ് ആണ്. നമ്മുടെ ഡിപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്, RD അതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ ഡിജിറ്റൽ കിറ്റ്സ് ഫോർ കസ്റ്റമേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൊബൈൽ ബാങ്കിങ്, അതുപോലെ ഇന്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇവയൊക്കെ ഇഷ്യൂവൻസ് പറ്റും, അതിന് സർവീസ് പറ്റും. അതുപോലെ നമ്മുടെ UPI QR കോഡ്, അതുപോലെ POS മെഷീന്റെ സെയില്, നമ്മുടെ POS ഇല്ലേ, പോയിന്റ് ഓഫ് മെഷീന്, ഇതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം, ഇവിടെ നിന്ന് റിക്വസ്റ്റ് കൊടുക്കാനും പർച്ചേസ് ചെയ്യാനും കഴിയുന്നതാണ്. ഇപ്പൊ ഒരു കട പോകുമ്പോൾ ഒരു കടയിൽ യു മേ സി ഒരു QR കോഡ് ഉണ്ടല്ലോ, പല ബാങ്കുകളുടെയും QR കോഡ് ഉണ്ട്. അത് വാങ്ങുന്നതല്ലേ, ബാങ്കിൽ പോയി വാങ്ങുന്നതാണ്. ഇതൊക്കെ എന്താ? ഈ DBU വഴി പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ യു ക്യാൻ മേക്ക് ആപ്ലിക്കേഷൻ ഫോർ ലോൺസ്, ലോണുകൾക്ക് വേണ്ടിയും അപേക്ഷിക്കാൻ ഈ പറഞ്ഞ DBU വഴി സഹായിക്കുന്നതാണ്. സോ വി ക്യാൻ സി making applications for and onboard customers for identified retail, MSME and schematic loans. ഇപ്പം നമ്മുടെ ഒരു ബാങ്കിന്റെ പല സ്കീംസ് വഴിയുള്ള ലോണുകൾ അതിന് അപേക്ഷിക്കാൻ ഈ പറഞ്ഞ DBU വഴി കഴിയുന്നതാണ്. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ എല്ലാം എന്താ? ഈ പറഞ്ഞ DBU വഴി പ്രൊവൈഡ് ചെയ്യാം. DBU വഴി ഒരു കസ്റ്റമറിന് ചെയ്യാൻ പറ്റും ലോൺ ആപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് DBU. നോക്കുക, സാധാരണ ഒരു ATM കൗണ്ടർ പോലല്ല. നമ്മളിപ്പോ ATM കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ പൈസ എടുക്കുന്നു വരുന്നു. എന്നാൽ ദിസ് DBU is offering much more than ATM കൗണ്ടർ. പൈസ വിഡ്രോവലോ പൈസ ഡിപ്പോസിറ്റ് മാത്രമല്ല, അതുകൂടാതെ തന്നെ എന്താ? നോക്കൂ, ലോണുകൾ എടുക്കാൻ സഹായിക്കുന്നു, ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ UPI സ്കാനർ, അതുപോലെ ഡിജിറ്റൽ കിറ്റ്സ്, മെർച്ചന്റിന് വേണ്ടിയുള്ള കിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ലൈക്ക് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻസ്, ഇതൊക്കെ എന്ത് ചെയ്യാം? അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അത് കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള ഡിജിറ്റൽ കിറ്റ്സ് ലൈക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ ട്രാൻസിറ്റ് കാർഡ്. ട്രാൻസിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇവിടെ കാണില്ല. നോക്കുവാണെങ്കിൽ നമ്മുടെ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ പബ്ലിക് വെഹിക്കിൾ യാത്ര ചെയ്യാനായിട്ട് ദേ ക്യാൻ പർച്ചേസ് എ കാർഡ്. നമ്മുടെ ഡെബിറ്റ് കാർഡ് കണക്ക് പബ്ലിക് വെഹിക്കിളില്, പൊതുമേഖലാ ഗതാഗതത്തിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ക്യാൻ പർച്ചേസ് കാർഡ്സ്. അതാണ് മാസ് ട്രാൻസിറ്റ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. മാസ് ട്രാൻസിറ്റ് കാർഡ് നമ്മുടെ മെട്രോ കണ്ടില്ലേ നിങ്ങള്? കൊച്ചി മെട്രോയിൽ യാത്ര നിങ്ങൾക്ക് അറിയാം. കൊച്ചി മെട്രോയിൽ ഒരു മെട്രോ കാർഡ് ഉണ്ട്. നമ്മള് എല്ലാ ദിവസവും ടിക്കറ്റ് എടുത്ത് പോകുന്നതിന് പകരം ഈ പ്ലാസ്റ്റിക് കാർഡ് എന്താ റീച്ച് ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാം. അതേപോലെ ഡൽഹിയിലൊക്കെ യു ക്യാൻ സി പബ്ലിക് വെഹിക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എന്ത് വേണ്ട, ക്യാഷിന് പകരം ദേ ക്യാൻ യൂസ് ദിസ് കാർഡ്. അതാണ് ഈ മാസ് ട്രാൻസിറ്റ് കാർഡ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ എന്താ? ഈ DBU വഴി ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ആൾസോ വി ക്യാൻ സി FD, RD ഇതൊക്കെ എന്താ ഇടാൻ സഹായിക്കുന്നു. സോ ഒരു സാധാരണ ഒരു ക്യാഷ് കൗണ്ടറോ ATM കൗണ്ടറിനേക്കാൾ മച്ച് മോർ സർവീസസ് DBU പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then 21st question, which of the following statements is or are correct regarding MPC? Monetary Policy Committee പറ്റിയാണ് ചോദ്യം. It decides RBI's benchmark interest rate. That is correct. Repo rate, MSF ഇതൊക്കെ തീരുമാനിക്കുന്നതിൽ MPCക്ക് റോൾ ഉണ്ട്. It is a 12-member body. ആണോ? അല്ല. It functions under the chairmanship of Union Finance Minister. അതും അല്ല. It is a 6-member body ആണ്.
shared by RBI governor ആണ്. So 1 only is the right answer. 2 ഉം 3 ഉം തെറ്റാണ്. ആൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, MPC പറ്റി ഓൾറെഡി പഠിച്ചതാണ്, ആൻഡ് അതിന്റെ കോമ്പസിഷൻ പഠിച്ചതാണ്, അതിന്റെ ക്രൈറ്റീരിയ പറഞ്ഞിരുന്നു. സോ ഇതൊരു പ്രീവിയസ് UPSC ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് UPSC സിവിൽ സർവീസ് എക്സാം ചോദിച്ചതാണ്. സോ 1 only is the right answer. Then 22nd question. The RBI Act of 1934 provides for the inflation target to be set by government in consultation with RBI once in every 6 years. ആണോ? നമ്മൾ പറഞ്ഞിരുന്നു 2015 there is an agreement between Government of India and RBI. അതായിരുന്നു മോണിറ്ററി പോളിസി ഫ്രെയിംവർക്ക് എഗ്രിമെന്റ്. ആ അഗ്രിമെന്റ് പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ will be fixing the inflation target after consulting with RBI, and this has to be revised once in every 6 years അല്ല 5 years ആണ്. So 6 അല്ല 5 ആണ്. So first statement തെറ്റ്. Indian economy has achieved the targeted inflation every year so far except financial year 2020-21. തെറ്റാണ്. 2020-21 മാത്രമല്ല, ഇന്ത്യൻ എക്കണോമി ടാർഗറ്റ് ഇൻഫ്ലേഷനേക്കാൾ പലപ്പോഴും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ സീ ദ ട്രെൻഡ്. ആ ട്രെൻഡ് നിങ്ങൾക്ക് കാണാം. നമ്മുടെ ട്രെൻഡ് എത്രയാണ്? 2 to 6 ആണ് നമ്മുടെ ടാർഗറ്റ്. സോ യു മേ നോ 2 to 6 ടാർഗറ്റ്. മിനിമം 2, മാക്സിമം 6. സോ ഇൻഫ്ലേഷൻ നോക്കുമ്പോൾ യു മേ സി, ഈ ബ്ലൂ കളർ നോക്കൂ. ഈ ബ്ലൂ കളർ നോക്കുവാണെങ്കിൽ യു ക്യാൻ സി ഇത് പലപ്പോഴും ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് 2019 ശേഷം, എസ്പെഷ്യലി 2016 ശേഷം, 2019 ശേഷം യു മേ സി ഈ ബ്ലൂ കളർ നോക്കൂ, 6നേക്കാൾ മേലെ പോകുന്നുണ്ട്, 6നേക്കാൾ താഴെ ഇടയ്ക്കിടയ്ക്ക് എന്താ പോകുന്നുണ്ട്. ഈ പറഞ്ഞ 20-21 മാത്രമല്ല, അല്ലാതെ എന്താ ചേഞ്ച് ആവുന്നുണ്ട്. സോ നോട്ട് ഡ്യൂറിങ് 2020-21 ആ സമയത്ത് മാത്രമല്ല, അല്ലാത്തപ്പോഴും ടാർഗറ്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ പോസ്റ്റ് 2021 നമ്മുടെ കോവിഡ് വർഷം ശേഷവും ഇൻഫ്ലേഷൻ എന്താണ് കൂടുന്നുണ്ട്, 6%നേക്കാൾ മേലെ പോകുന്നുണ്ട്. എന്നാൽ അതിന് മുന്നേ നോക്കുമ്പോൾ എന്താ, ഈ 16-19 അല്ലെങ്കിൽ 16-19 കാലഘട്ടത്തിൽ എന്താ ഒരു പരിധി വരെ ടാർഗറ്റിനകത്ത് നിൽക്കുന്നെന്ന് പറയാം. ഇടയ്ക്ക് ഒഴിച്ച് മെജോറിറ്റി കേസ് നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്താ അറ്റ് സം ടൈം 2 താഴെ പോകുന്നുണ്ട്. സോ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താ, 2 to 6 ആണ് നമുക്ക് വേണ്ടത്. സോ വി വിൽ ഡിസ്കസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. എന്താണ് CPI എന്നുള്ളത് നമ്മൾ പഠിക്കും പിന്നീട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണ്? സോ CPI ഇറ്റ്സ് എൻ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ്. ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്ന കൺസ്യൂമർ ലെവലിലെ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്ന ഒരു സൂചിക, ഒരു ഇൻഡെക്സ് ആണ് CPI എന്ന് പറഞ്ഞ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. സോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻഡെക്സ് യൂസ്ഡ് ബൈ RBI ടു മെഷർ, ഇറ്റ്സ് എ മെഷർ റിലീസ്ഡ് ബൈ NSO റിലീസ് ചെയ്യുന്നതാണ് കേട്ടോ. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് റിലീസ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ്. സോ ഇറ്റ് ഈസ് എൻ ഇൻഡെക്സ് റിലീസ്ഡ് ബൈ NSO ടു മെഷർ ഇൻഫ്ലേഷൻ അറ്റ് റീറ്റെയിൽ ലെവൽ ഓർ കൺസ്യൂമർ ലെവൽ. ഉപഭോക്താവിന്റെ ലെവലില് എത്രമാത്രം വിലക്കയറ്റം ഉണ്ടായി, എത്രമാത്രം പണപ്പെരുപ്പം ഉണ്ടായി എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൂചികയാണ് CPI. ആൻഡ് CPI കുറെ ടൈപ്സ് ഉണ്ട്. വി വിൽ ഡിസ്കസ് ദ ഡിഫറെന്റ് ടൈപ്സ്. ഇപ്പൊ CPI റൂറൽ അർബൻ കമ്പൈൻഡ്, അതാണ് NSO റിലീസ് ചെയ്യുന്നത്. CPI അർബൻ ഏരിയ, CPI റൂറൽ ഏരിയ ആൻഡ് CPI കമ്പൈൻഡ്, അതാണ് NSO റിലീസ് ചെയ്യുന്നത്. എന്നാൽ ഇത് കൂടാതെ ദർ ഈസ് അനദർ CPI, അതാണ് CPI അഗ്രികൾച്ചറൽ ലേബർ, CPI റൂറൽ ലേബർ, ദെൻ CPI ഇൻഡസ്ട്രിയൽ വർക്കർ. CPI അഗ്രികൾച്ചറൽ ലേബർ, CPI റൂറൽ ലേബർ, CPI ഇൻഡസ്ട്രിയൽ വർക്കർ. ഈ CPI റിലീസ് ചെയ്യുന്നത് ലേബർ ബ്യൂറോ ആണ്. ഇതിൽ CPI ഇൻഡസ്ട്രിയൽ വർക്കർ
അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ എല്ലാം DA തീരുമാനിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ എല്ലാം DA അത് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു കൺട്രിയിലെ CPI ഇൻഡസ്ട്രിയൽ വർക്കറുടെ അനുസരിച്ചാണ്. അതായത് വ്യവസായ തൊഴിലാളികളുടെ ലെവലില് അവരുടെ കൺസ്യൂമർ ബാസ്ക്കറ്റില് അവർ കഴിക്കുന്ന ഉൽപ്പന്നങ്ങളില് അവർ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളില് എന്തുമാത്രം വിലക്കയറ്റം ഉണ്ടായി, അത് അടിസ്ഥാനത്തിലാണ് എന്ത് DNS അലവൻസ് നമ്മുടെ ഗവൺമെന്റ് നിർണ്ണയിക്കുന്നത്. എത്ര കൊടുക്കണം, എത്ര ശതമാനം വർദ്ധിപ്പിക്കണം. നിങ്ങൾ കണ്ടല്ലോ ഈ ഇടയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് 2% ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു, അല്ലെ കേന്ദ്ര ഗവൺമെന്റ് 10% DA വർദ്ധിപ്പിച്ചു എന്ന് കാണാറുണ്ട്. ആൻഡ് ദിസ് DA is decided based on the inflation in the industrial workers consumer basket. So just അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞ CPI കമ്പൈൻഡ് ഇവയാണ് നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന് ഗവൺമെന്റ് കൺസിഡർ ചെയ്യുന്നത്. സോ ഗവൺമെന്റ് ഈസ് കൺസിഡറിങ് CPI AL-ഉം RL-ഉം IW അല്ല കൺസിഡർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇൻഫ്ലേഷൻ ടാർഗറ്റിന് വേണ്ടിയിട്ട്. നമ്മുടെ എക്കണോമിയിലെ പൊതുവായ പണപ്പെരുപ്പ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് CPI കമ്പൈൻഡ് ആണ്. NSO റിലീസ് ചെയ്യുന്ന ഫിഗർ ആണ് ഗവൺമെന്റ് കൺസിഡർ ചെയ്യുന്നത്. ആ ടാർഗറ്റ് ആണ് എന്ത് പറയുന്നത് 2 to 6 അല്ലെങ്കിൽ 4 ± 2 എന്ന രീതിയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. സോ യു ക്യാൻ സി the Indian economy has achieved target inflation every year. So ഇതൊരു എക്സ്ചേഞ്ച്മെന്റ് എല്ലാ വർഷവും അച്ചീവ് ചെയ്തെന്നാ പറഞ്ഞത്. അല്ല, ഇപ്പൊ 16 തൊട്ട് നോക്കുവാണെങ്കിൽ 2016 തൊട്ട് നോക്കുവാണെങ്കിൽ at some time we have failed to achieve this target. ഈ പറഞ്ഞ 2 to 6 എന്ന റേഞ്ചിനകത്ത് നിന്ന് ഡീവിയേഷൻ ഉണ്ടായിട്ടുണ്ട്. So neither 1 nor 2. Then with reference to currency note and coin ആണ്, the Coinage Act gives Central Bank of India the power to design and mint coins. ആണോ? Coinage Act പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കാണ് പവർ. RBIക്ക് ഒരു പവറും ഇല്ല. എന്തിന്? കോയിൻ മിന്റ് ചെയ്യാനോ ഡിസൈൻ ചെയ്യാനോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ദ പവർ. So we can see first statement is wrong. Then RBI gives the final approval in the design, form and material of currency note. അല്ല, RBIയുടെ ബോർഡ് തീരുമാനിച്ച ശേഷവും ആരാണ് അപ്രൂവ് ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഫൈനൽ അപ്രൂവ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ ഡിസൈഡിങ് നമ്മുടെ RBI ബോർഡ് എന്ത് ചെയ്യുന്നു? ഇത് ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നു. ഗവൺമെന്റ് ആണ് എന്ത് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത്. ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻകറക്റ്റ് എന്നാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബോത്ത് 1 and 2 are incorrect. Then which of the following statement is incorrect regarding RRB? നമ്മുടെ ഗ്രാമീൺ ബാങ്കിനെ പറ്റിയാണ് ചോദ്യം. RRB ഗ്രാൻഡ് ഡയറക്ട് ക്രെഡിറ്റ് അസിസ്റ്റൻസ് ടു റൂറൽ ഹൗസ് ഹോൾഡ്. ശരിയാണ്, റൂറൽ ഹൗസ് ഹോൾഡുകൾക്ക് ഡയറക്ട് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. The equity of RRB is equally held by central government and sponsored bank and NABARD. ആണോ? അല്ല. RRBയുടെ ഷെയർ അങ്ങനെ വരുന്നത്? RRBയുടെ ഇക്വിറ്റി കേന്ദ്ര ഗവൺമെന്റ്, ദെൻ ഒരു സ്പോൺസർ ബാങ്ക്, ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ്. 50% ഷെയർ സെൻട്രൽ ഗവൺമെന്റ്, 35% ഷെയർ, 35% ഷെയർ സ്പോൺസർ ബാങ്ക്, 15% ഷെയർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് വരുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് wrong. TSL target for RRB is 75, while commercial bank ആണെങ്കിൽ 40. The NABARD supervised functioning of RRB, that is also correct. So A, C and D are correct. B is the only incorrect statement. So answer is B. Then 25. Consider the statement regarding FSIB ആണ്. Financial Service Institutions Bureau പറ്റിയാണ് ചോദ്യം. FSIB is established for replacing DACGC. അല്ല, DACGC ഇപ്പോഴും ഉണ്ട്. DACGC is a company under RBI. നമ്മുടെ RBIയുടെ കീഴിൽ RBI 100% ഓൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് DACGC എന്ന് പറഞ്ഞത്. FSIB was established to replace ബാങ്ക്സ് ബോർഡ് ബ്യൂറോ ആണ്. ബാങ്ക്സ് ബോർഡ് ബ്യൂറോയുടെ പേര് മാറ്റി
അതിനെ ഒന്ന് റീവാം ചെയ്ത് കൊണ്ടുവന്നതാണ് FSIB. So first statement is wrong. The chairman of public sector banks, public sector institutions, public insurance companies will be selected by FSIB. ആണല്ലോ, പൊതുമേഖലാ ബാങ്കുകളുടെയും അതുപോലെ പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങളുടെയും, പൊതുമേഖലാ സ്ഥാപനമല്ല, പൊതുമേഖലാ ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക്, പബ്ലിക് സെക്ടർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ പബ്ലിക് ഇൻഷുറൻസ് കമ്പനി, ഇവയുടെ എല്ലാം ചെയർമാനെ സെലക്ട് ചെയ്യുന്ന ആരായിരിക്കും ഇനി മുതൽ? FSIB ആയിരിക്കും. So 2 only is the right answer. 1 തെറ്റാണ്, 2 is correct. So 2 only will be the right answer. So answer is B. So that's all regarding the Abhyaas 7.